ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാ ശ്രമം. 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ചേലക്കര മേപ്പാടം കോൽപ്പുറത്ത് വീട്ടിൽ 6 വയസ്സുള്ള കുട്ടിയാണ് മരിച്ചത്. കുട്ടിയുടെ അമ്മ ശൈലജയും മകൻ 4 വയസ്സുള്ള അക്ഷയനെയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരത് ഓങ്ങല്ലൂർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശരത്ത്, എന്താണ് സംഭവിച്ചത്? അസിത, ഏറെ ദയനീയമായിട്ടുള്ള ദാരുണാന്ത്യം സംഭവിച്ചു ഒരു 6 വയസ്സുകാരിക്ക് എന്നാണ് ആദ്യമായി പറയാനുള്ളത്. ചേലക്കര മേപ്പാടം കൊൽപ്പുറത്ത് വീട്ടിൽ 6 വയസ്സുള്ള അനിമയാണ് മരിച്ചിട്ടുള്ളത്. അമ്മ 34 വയസ്സുള്ള ശൈലജയും മകൻ 4 വയസ്സുള്ള, അതായത് ഈ അനിമയുടെ സഹോദരനായിട്ടുള്ള അക്ഷയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെയും ശൈലജയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം 2 ആഴ്ചകൾക്ക് മുമ്പ് മരിച്ചിരുന്നു, പ്രദീപ്. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. രാത്രിയായിട്ടും ആരും പുറത്തു കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ വീട് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മൂവരെയും വിഷം കഴിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ മൂവരെയും ചേലക്കരയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചതെങ്കിലും അനിമയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ചേലക്കര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ മരിച്ച അനിമയുടെ സഹോദരനായ അക്ഷയെയും അമ്മയെയും ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരിച്ച അനിമ ചേലക്കര CGM സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സഹോദരൻ അക്ഷയും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അശ്വിത. ശരി, ശരത് ഓങ്ങല്ലൂറാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്നും.